ഹെവി വർക്ക് വരുന്ന മെറ്റീരിയലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വരുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. കാരണം ചില ഭാഗങ്ങളൊക്കെ നമ്മൾ അഴിച്ചെടുത്തിട്ട് ബീഡ്സും കട്ട് ബീഡ്സൊക്കെ മാറ്റാറാണല്ലോ പതിവ്. പക്ഷേ ഇത് അഴിച്ചെടുക്കാൻ നിന്നാൽ ഒരുപാട് സമയം പോകില്ല. ഇത് 1298 രൂപയാണ് ഒരു മീറ്ററിന് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കൂടിയ മെറ്റീരിയലാണ്. അപ്പോൾ ഡാമേജ് ആവാൻ പാടില്ലാനും. അപ്പോൾ ഇതെന്ത് ചെയ്യും എന്നുള്ളത് യാതൊരു ഐഡിയ ഉണ്ടായില്ല. ഏതായാലും കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്തപ്പോൾ തന്നെ കത്രികൻ്റെ ഫുള്ള് മുറിച്ചയും പോയിട്ടുണ്ടായിരുന്നു. ഇനി വേറൊരു മെറ്റീരിയൽ അത് വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. കട്ട് ചെയ്ത് പോയല്ലോ, അല്ലെങ്കിൽ ഇത് തിരിച്ചു കൊടുക്കായിരുന്നു, സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ എൻ്റെ മനസ്സിൽ ഒരുപാട് തവണ അങ്ങനെ മിന്നി മറിയുന്നുണ്ടായിരുന്നു കേട്ടോ. ഏതായാലും കട്ട് ചെയ്തതല്ലേ, സ്റ്റിച്ച് ചെയ്യണമല്ലോ. പിന്നെ ഞാൻ സൂചിയും നൂലും എടുത്തിട്ട് ഫുള്ളായിട്ട് ഹാൻഡ് സ്റ്റിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയപ്പോൾ തോന്നി ആ ഭാഗങ്ങളിലൊക്കെ സ്റ്റോൺസ് വീണ്ടും കത്രിക വെച്ചിട്ടൊക്കെ കട്ട് ചെയ്ത് കളയുക, എന്നിട്ട് മെഷീനിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാമെന്നും വിചാരിച്ചു. ഈ ഒരു മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന കാര്യത്തിൽ മനസ്സിങ്ങനെ ചാഞ്ചാട്ടിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. ആ ഇടയ്ക്ക് ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടത്. ഈ ഒരു സെയിം മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ലെഹങ്കയാണ് അവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗങ്ങളിലൊക്കെ ഈ ഹാമർ വെച്ചിട്ട് ഇങ്ങനെ മേടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ നിലത്ത് വെച്ച് ചെയ്യുമ്പോൾ ഫ്ലോറ് ഡാമേജായി പോകുന്ന യാതൊരു പ്രശ്നമില്ല കേട്ടോ. കാരണം നമ്മൾ മെല്ലെയാണ് ഇതിങ്ങനെ അടിച്ച് കളയുന്നത്. അങ്ങനെ കളയുമ്പോൾ നല്ല ഈസി ആയിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഈ ഒരു ബീഡ്സ് കുറച്ച് അധികം ടൈം എടുത്തിട്ടാണ് ഇങ്ങനെ പൊട്ടിച്ച് പോയിട്ടുണ്ടായിരുന്നത്. കട്ട് ബീഡ്സൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നെ നമുക്ക് അടിച്ചു വാരി എടുക്കാൻ കുറച്ച് കൂടുതലുണ്ടാവും. കയ്യിലൊക്കെ തട്ടിയാൽ ഡാമേജ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അതൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം. എന്നാലും നമ്മളിത് സൂചിയൊക്കെ വെച്ച് അഴിച്ചെടുക്കണതിനെക്കാട്ടിലും അല്ലെങ്കിൽ കത്രികയൊക്കെ വെച്ചിട്ട് നമ്മളിത് മാറ്റി കൊടുക്കണേക്കാട്ടിലൊക്കെ ഏറ്റവും നല്ല ഒരു ഓപ്ഷനാണ് ഈ ഒരു ഹാമർ വെച്ചിട്ട് ചെയ്യുന്നത്. സമയത്ത് ഞാൻ വിചാരിച്ചത് ഈ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഡ്രസ്സ് ഫുള്ളായിട്ട് ഹാൻഡ് സ്റ്റിച്ച് കൊടുക്കാമെന്നാണ്. പക്ഷേ അങ്ങനെ ഞാൻ ചെയ്യാൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ 4 ദിവസം എടുക്കേണ്ടി വരുമായിരുന്നു ഒരു ഡ്രസ്സ് കംപ്ലീറ്റ് ആക്കാനായിട്ട്. ഈ ഒരു റീൽ കണ്ടതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഞാൻ രക്ഷപ്പെട്ടത്. അപ്പോൾ ഇതേപോലെയുള്ള മെറ്റീരിയൽ വെച്ചിട്ട് നിങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഒരുങ്ങുകയാണെങ്കിൽ ആദ്യം തന്നെ ഒരു ഹാമർ കയ്യിൽ കരുതണമായിരിക്കും കൂടുതൽ നല്ലത്. ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ഈ മെറ്റീരിയലിന് മീറ്ററിന് 1000 സംതിങ് വരുന്നുണ്ട്. അപ്പോൾ അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽ എടുക്കുമ്പോൾ അത്രയും പെർഫെക്ഷനോട് കൂടി കിട്ടിയിരിക്കണം എന്നായിരിക്കുമല്ലോ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിലുണ്ടാവുക. അപ്പോൾ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.